Mesmerizing wedding collection. Tejaswini by Chungat Jewelry. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന നടപടികൾക്കെതിരെ INTUC-യുടെ പ്രതിഷേധം. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC-യുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന നടപടികൾക്കെതിരെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പദയാത്രയാണ് INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലും പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായാണ് അങ്കമാലിയിലും പ്രതിഷേധം നടത്തിയത്. അങ്കമാലി TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയം പഴയ മാർക്കറ്റ് റോഡ് വഴി തിരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന സമരം മുൻ MLA PJ ജോയ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് 9 ലക്ഷം കോടി കുടുംബങ്ങളാണ് ഈ കുടുംബശ്രീ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 9 ലക്ഷം കോടി കുടുംബങ്ങൾ. ആ കുടുംബങ്ങൾക്ക് 235 രൂപ വെച്ചൊരു ദിവസം കൊടുക്കുമ്പോൾ 235 ആവറേജാണ് ഇന്ത്യ രാജ്യത്തെ ആവറേജ്. ആ 235 ഇൻറ്റു 100 ഇൻറ്റു 9 ലക്ഷം കോടി. ആ നിലയിൽ അതിനെ വിശദമാക്കുമ്പോൾ ഇവിടെ തൊഴിലാളികൾക്ക് കിട്ടേണ്ടത് ഏതാണ്ട് 3 ലക്ഷം കോടി രൂപയാണ്. ഇത് നശിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ഇട്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാൻ കാരണം 86,000 കോടിയാണ് ഒരു വർഷത്തേക്ക് ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ളത്. 3 ലക്ഷം കോടി രൂപ ചെലവാക്കേണ്ട സ്ഥലത്ത് അത് വർഷം തോറും കുറച്ച് ഇത്രത്തോളം എത്തിയിരിക്കുകയാണ്. പുതിയതായി കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, ദിവസം 800 രൂപ വേതനമായി നൽകുക, വർഷത്തിൽ മിനിമം 200 ദിവസത്തെ തൊഴിൽ ലഭ്യമാക്കുക, ഇൻഷുറൻസ് പരിരക്ഷ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു സമരം. INTUC റീജിയണൽ പ്രസിഡന്റ് ബാബു സാനി അധ്യക്ഷത വഹിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെ ആ പദ്ധതി വിഹിതം 2.25 ലക്ഷം രൂപ മാറ്റിവെച്ചതാണ് ഈ പദ്ധതി തുടങ്ങിയത്. ഇന്നിപ്പോ 1.25 കോടി രൂപ വെട്ടിക്കുറച്ച് 1.25 ലക്ഷം രൂപ വെട്ടിക്കുറച്ച് 86,000 കോടി രൂപയായി മാറ്റിയിരിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ്, UDF ചെയർമാൻ TM വർഗീസ്, സെബി കിടങ്ങൻ തുടങ്ങിയവർ സംസാരിച്ചു.